Dear students, welcome back to maths class. Today we are going to discuss some problems. Our first question, in the picture, O is the center of the circle and A, B, C are points on the circle. Prove that angle OAC plus angle ABC is 90 degree. Okay. Angle OAC plus angle ABC is 90 degree. So first take angle OAC as x degree. Here x degree. Now let us join OC. So what we get? Triangle OAC is isosceles. Join OC. OC join ചെയ്തു. Now we get triangle OAC is isosceles. Okay. So angle OCA is also x degree. OA and OC are the radii of the circle. So OA equals OC. Triangle OAC is isosceles. We already taken angle OAC as x degree. So angle OCA is also x degree. Therefore we can write angle AOC equals angle AOC is 180 minus 2x. 180 minus 2x. Angle AOC is 180 minus 2x. Okay. Therefore, angle ABC equals angle ABC equals 180 minus 2x by 2. What is the result? By using our last result. What is that? Angle on the alternate arc is half the angle made at the center. Okay. Central angle 180 minus 2x ആണ് അതിൻ്റെ half ആണ് angle ABC. So 180 minus 2x by 2. This is 180 by 2 minus 2x by 2. So we can write 90 minus 2x by 2 is x. 90 minus x. Okay. Now let us add. What we want to prove? Angle OAC plus angle ABC. Angle OAC plus angle ABC equals angle OAC plus angle ABC equals, what is OAC? X plus angle ABC is 90 minus x. Okay. Now let us cancel x and x. So what is here? 90 degree. So angle OAC plus angle ABC is 90 degree. Okay. Now let us prove this question in another method also. Okay. Can you understand this? First we take angle OAC x degree. This triangle is isosceles by joining OC. Now this angle at the center is 180 minus 2x. So angle ABC is 180 minus 2x by 2. That is 90 minus x. And angle OAC plus angle ABC is x plus 90 minus x. That is 90. Okay. So angle OAC plus angle ABC is 90 degree. Okay. Okay. Our next question. In the picture, AB and CD are mutually perpendicular chords of the circle. AB and CD are mutually perpendicular chords of the circle. What is the meaning of mutually perpendicular? Okay, AB and CD are perpendicular. Next, prove that the arcs APC and BQD. Arc
എ പി സി ആൻഡ് ആർക്ക് ബി ക്യു ഡി. ഓക്കെ, രണ്ട് ആർക്കുകളാണ് പറയുന്നത്, എ ക്യു സി ആൻഡ് ബി ക്യു ഡി. ജോയിൻഡ് ടുഗദർ വുഡ് മേക്ക് ഹാഫ് ദ സർക്കിൾ. അപ്പം ഈ രണ്ട് ആർക്കും കൂടെ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെമി സർക്കിൾ കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ ഹാഫ് കിട്ടും. ഹാഫ് മീൻസ് സെമി സർക്കിൾ അല്ലേ. അപ്പോൾ ഈ രണ്ട് എ പി സി എന്ന് പറഞ്ഞ ആർക്കും അതേപോലെ ബി ക്യു ഡി എന്ന് പറഞ്ഞ ആർക്കും കൂടെ ഒരുമിച്ച് വെച്ചാൽ നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബി ആൻഡ് ഡി, ബിയും ഡിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണേ? ജോയിൻ ചെയ്യാം. ഓക്കെ, ടു ദ സെൻറ്റർ ഹിയർ ഓ. ഇനി ഈ ബി ക്യു ഡി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ ജസ്റ്റ് വൈ ആയിട്ട് കൊടുത്തു. നെക്സ്റ്റ് അതേപോലെ നമ്മൾ എയും സിയും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്നു. ജോയിൻ എ ആൻഡ് സി ടു ദി സെൻറ്റർ. എന്നിട്ട് ഈ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു? എക്സ് ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ രണ്ട് സെൻട്രൽ ആംഗിൾസ് ആണ്. ബി ക്യു ഡിൻ്റെ സെൻട്രൽ ആംഗിൾ വൈ ഡിഗ്രീസ് ആൻഡ് എ പി സിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ജോയിൻ എ ഡി. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ കോഡ് കിട്ടും അല്ലേ, എ ഡി. ഇനി നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ജസ്റ്റ് 6. ഓക്കെ, സോ ട്രയാങ്കിൾ എ ഡി ആർ ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. വൈ? യു ഹാവ് ഗിവൺ ദ കോഡ്സ് എ ബി ആൻഡ് സി ഡി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്താ വരിക? 90 ഡിഗ്രി. ട്രയാങ്കിൾ എ ഡി ആർ ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി ഈ ആംഗിൾ നോക്കുക. വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? ആംഗിൾ എ ഡി സി. അപ്പോൾ നോക്കുക, ആംഗിൾ എ ഒ സി നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? എക്സ് ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഒ സി എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ഡി സി എന്തായിരിക്കും? എക്സ് ബൈ 2. എക്സ് ബൈ 2. വാട്ട് ഈസ് ദ റീസൺ? യെസ്, ഈ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ എന്താണ് ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ ആണ് എന്ത്? എക്സ് ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ വരുന്നത് എന്തായിരിക്കും? ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദി സെൻറ്റർ. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ വരുന്നത് എക്സ് ബൈ 2. നെക്സ്റ്റ് അടുത്ത ആംഗിൾ ഏതാ? ബി എ ഡി. അപ്പോൾ നമ്മൾ ബി ഒ സി എന്തെടുത്തിട്ടുണ്ട്? വൈ ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ, വൈ ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ബൈ 2. ഓക്കെ, അപ്പോൾ എക്സ് ബൈ 2ഉം വൈ ബൈ 2. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ എ ഡി ആർ. കൺസിഡർ ട്രയാങ്കിൾ എ ഡി ആർ. ട്രയാങ്കിൾ എ ഡി ആർ. ഓക്കെ, ട്രയാങ്കിൾ എ ഡി ആർ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? വാട്ട് ആർ ദി ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ? എക്സ് ബൈ 2, വൈ ബൈ 2 ആൻഡ് ഹിയർ 90 ഡിഗ്രി. സോ വി ക്യാൻ റൈറ്റ് എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 പ്ലസ് 90 ഡിഗ്രി ഈക്വൽസ് total 180. Sum of the angles of a triangle is 180 degree. Now we can write x by 2 plus y by 2 equals 180 minus 90. That is x plus y whole divided by 2 equals 90 degree. അപ്പോൾ എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 എന്ന് പറയുമ്പോൾ 2 കോമൺ ആണ്. സോ എക്സ് പ്ലസ് വൈ ബൈ 2 ഈസ് 90 ഡിഗ്രി. ഫ്രം ദിസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 90 ഇൻറ്റു 2. എക്സ് പ്ലസ് വൈ ഈസ് 90 ഇൻറ്റു 2. സോ വി ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 90. എക്സ് പ്ലസ് വൈ ഈക്വൽസ് 90. എക്സ് പ്ലസ് വൈ ഈക്വൽസ് 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ എ പി സി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് എക്സ് ഡിഗ്രി. അതേപോലെ ബി ക്യു ഡിൻ്റെ സെൻട്രൽ ആംഗിളാണ് വൈ ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസിൻ്റെ സം എന്താണ്? 90 ഇൻറ്റു 2 180. 90 ഇൻറ്റു 2 ഈസ്
180. അപ്പോൾ ഈ രണ്ട് ആർക്കുകളിലെ ആംഗിൾസ്, സെൻട്രൽ ആംഗിൾസിൻ്റെ സം എന്താണെന്നാണ് കിട്ടിയത്? 180, അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾസിൻ്റെ സമ്മ് 180. അതിൻ്റെ അർത്ഥം എന്താ? സെൻട്രൽ ആംഗിൾസിൻ്റെ സമ്മ് 180 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാം? ഈ എ പി സി എന്ന് പറഞ്ഞ ആർക്കും അതുപോലെ ബി ക്യു ഡി എന്ന് പറഞ്ഞ ആർക്കും ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? സെമി സർക്കിൾ. ഓർ ദ ആർക്സ് എ പി സി ആൻഡ് ബി ക്യു ഡി ജോയിൻ ടുഗദർ മേക്ക് ദ ഹാഫ് ഓഫ് ദി സർക്കിൾ. മേക്ക് ഹാഫ് ദി സർക്കിൾ. സോ എന്തൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തത്? ഫസ്റ്റ് ജോയിൻ ഒ ഡി ഒ ബി അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തു നമ്മൾ ആംഗിൾ ബി ഒ ഡി വൈ ഡിഗ്രി, ദെൻ ആംഗിൾ ബി എ ഡി വൈ ബൈ 2. ബി എ ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. ദെൻ സിമിലർലി ആംഗിൾ എ ഒ സി, അതുപോലെ എ ഒ ആൻഡ് ഒ സി നമ്മൾ ജോയിൻ ചെയ്തു സെൻറ്ററിലേക്ക്. ദെൻ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞത് എക്സ് ആയിട്ട് എടുത്തു. സോ ആംഗിൾ എ ഡി സി ഈസ് എക്സ് ബൈ 2. ഓക്കെ, ഇനി കൺസിഡർ ദിസ് ട്രയാങ്കിൾ. വാട്ട് ഈസ് ദാറ്റ്? ആംഗിൾ എ ഡി ആർ. അപ്പോൾ എ ഡി നമ്മളിവിടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഈ ട്രയാങ്കിൾ വന്നത്. അപ്പോൾ ട്രയാങ്കിൾ എ ഡി ആർ കൺസിഡർ ചെയ്താൽ എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 ഈസ് പ്ലസ് 90 ഡിഗ്രി ഈസ് 180. അപ്പോൾ എ ബിയും സി ഡിയും പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ആംഗിൾ എ ഡി ആർ ഈസ് ആംഗിൾ എ ആർ ഡി ഈസ് 90 ഡിഗ്രി. ആംഗിൾ എ ആർ ഡി 90 ഡിഗ്രി. Then x by 2 plus y by 2 plus 90 is 180. X by 2 plus y by 2 is 180 minus 90. So x plus y is 90 into 2, that is 180. ഇപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. ഇതെന്ന് പറഞ്ഞത് ഈ രണ്ട് ആർക്കുകളുടെ സെൻട്രൽ ആംഗിൾസ് ആണ്. സോ we can say that the arcs APC and BQD join together make half the circle. Okay, clear? Okay, next question. In the picture A, B, C, D are points on a circle centered at O. The lines AC and BD, the lines AC and BD are extended to meet at P. The lines AD and BC intersect at Q. Okay, intersect at Q. Prove that the angle which the small arc AB makes at O is the sum of the angles it makes at P and Q. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? തന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്? എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ എ സർക്കിൾ. എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ദ നെക്സ്റ്റ്, ദ ലൈൻസ് എ സി ആൻഡ് ബി ഡി ആർ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് പി. എ സി ആൻഡ് ബി ഡി ആർ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് പി. എ സിയും ബി ഡിയും പിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ദ ലൈൻസ് എ ഡി ആൻഡ് ബി സി ഇൻ്റർസെക്റ്റ് അറ്റ് Q. ഏതാണ്? ബി സി ആൻഡ് എ ഡി ഇൻ്റർസെക്റ്റ് അറ്റ് Q. Then next, prove that the angle which the small arc AB makes at O. P angle AOB. ഇതാണ് സ്മോൾ ആർക്ക് എ ബി. ഈ എ ബി എന്ന് പറഞ്ഞ ആർക്കിൽ വരുന്ന ഒ എന്ന പോയിന്റ് അല്ലെങ്കിൽ സെൻറ്ററിലെ ആംഗിൾ എ ഒ ബി ഈസ് സം ഓഫ് ദി ആംഗിൾസ് ഇറ്റ് മേക്സ് അറ്റ് പി ആൻഡ് ക്യൂ. ഏതൊക്കെയാ? ഈ പിയിൽ എന്താണ് എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിൾ, അതേപോലെ എയിൽ നിന്നും ബിയിൽ നിന്നും വരുന്ന ആംഗിളാണ് ഏത്? ആംഗിൾ എ ക്യൂ ബി. ദ നെക്സ്റ്റ് ആംഗിൾ എ പി ബി. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞത് ആംഗിൾ എ ക്യൂ ബിൻ്റെയും അതേപോലെ ആംഗിൾ എ പി ബിൻ്റെയും സമ്മ്, ആംഗിൾസിൻ്റെ സമ്മിനോട് ഈക്വൽ ആണ്. ഓക്കെ, ആംഗിൾ എ ഒ ബി ഈസ് ആംഗിൾ എ ക്യൂ ബി പ്ലസ് ആംഗിൾ എ പി ബി എന്നാണ് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഫിഗർ ഒന്ന് വലുതാക്കി വരക്കാം, നല്ല ആംഗിൾസ് ഒക്കെ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ലിസൺ, look at this figure. So take angle AOB x degree, angle AOB x degree. ആംഗിൾ AOB x degree ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ
ഈ എയിൽ നിന്ന് ബിയിൽ നിന്ന് പോകുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി ഈസ് x/2. ഓക്കെ. ദെൻ അതേപോലെ ആംഗിൾ എ ഡി ബി. ആംഗിൾ എ ഡി ബി ഈസ് ആൾസോ x/2. ഇവിടുത്തെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫുകളാണ് ഈ വരുന്ന രണ്ട് ആംഗിൾസ്. ആംഗിൾസ് എ സി ബി x/2, ആംഗിൾ എ ഡി ബി ഈസ് x/2. ദെൻ സി ആൻഡ് ഡി ജോയിൻ ടു ദി സെൻറ്റർ. ഓക്കെ, അതായത് ഇവിടെ സെൻറ്ററിൽ ഓ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ദെൻ ജോയിൻ സി ഒ ആൻഡ് ഡി ഒ. ഇപ്പോൾ ഇവിടെ ഒരു കോഡ് സി ഡി എന്ന് പറഞ്ഞ കോഡ് അല്ലേ, ആ കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? വൈ. അപ്പോൾ ആംഗിൾ സി ഒ ഡി വൈ. ആംഗിൾ സി ഒ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സിയിൽ നിന്നും ഡിയിൽ നിന്നും അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിൾസ് ഏതൊക്കെയാണ് നോക്ക്. ആംഗിൾ സി എ ഡി അല്ലേ, സി ഒ ഡി വൈ ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എ ഡി ഈസ് y/2. ദെൻ ആംഗിൾ, ഇനി അതേപോലെ അടുത്ത് വരുന്ന അടുത്ത ആംഗിളാണ് ആംഗിൾ സി ബി ഡി. ദിസ് ഈസ് ആൾസോ y/2. ഓക്കെ, ദിസ് ഫിഗർ ആംഗിൾ എ ഒ ബി, ഹിയർ ഒ. ആംഗിൾ എ ഒ ബി എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ എ സി ബി x/2, ആംഗിൾ എ ഡി ബി ഈസ് ആൾസോ x/2. ആംഗിൾ എ സി ബി ആൻഡ് ആംഗിൾ എ ഡി ബി. ദെൻ നെക്സ്റ്റ് ആംഗിൾ സി ഒ ഡി നമ്മൾ വൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഹിയർ എ ദെൻ ബി. ഇപ്പോൾ ആംഗിൾ സി എ ഡി y/2. അതേപോലെ ആംഗിൾ സി ബി ഡി ഈസ് ആൾസോ y/2. ഓക്കെ, ക്ലിയർ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? നമ്മൾ സെൻട്രൽ ആംഗിൾസ് എ ഒ ബിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് ആയിട്ടും സി ഒ ഡിൻ്റെ സെൻട്രൽ ആംഗിൾ വൈ ആയിട്ട് എടുത്തു. അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾസ് അതിൻ്റെ പകുതികൾ. ആംഗിൾ എ സി ബി x/2, ആംഗിൾ എ ഡി ബി ഈസ് ആൾസോ x/2. അതേപോലെ ആംഗിൾ സി ഒ ഡി വൈ ആയി. അപ്പോൾ ആംഗിൾ സി എ ഡി y/2, ആംഗിൾ സി ബി ഡി ഈസ് ഓൾസോ y/2. ഇനി നമ്മൾ ഇതിലെ ട്രയാങ്കിൾസ് എടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ എടുത്തു. എ പി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഏതാണ് എ പി ഡി? ഇതിലെ വലിയ ട്രയാങ്കിൾ. ട്രയാങ്കിൾ എ പി ഡി കൺസിഡർ ചെയ്താൽ ഇതിലെ ഈ ആംഗിൾ ഏതാണ് ആംഗിൾ? ആംഗിൾ എ ഡി ബി. അതെന്താണ്? ഇതിൻ്റെ ഔട്ടർ ആംഗിൾ ഓർ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ പി ഡിയിലെ ഔട്ടർ ആംഗിൾ ആണ് ഏത്? ആംഗിൾ എ ഡി ബി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? യെസ്, നമുക്കറിയാം ഇൻ എ ട്രയാങ്കിൾ ആൻഡ് ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് അതർ ടു വെർട്ടിസസ്. ഓക്കെ, ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ മറ്റുള്ള രണ്ട് വെർട്ടെക്സിലെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ആ ഫിഗറിൽ നിന്ന് എങ്ങനെ എഴുതാം? ജസ്റ്റ് ആംഗിൾ പി എ ഡി പ്ലസ് ആംഗിൾ പി എ ഡി പ്ലസ് ആംഗിൾ എ പി ഡി. ആംഗിൾ എ പി ഡി ഈക്വൽസ് ആംഗിൾ എ ഡി ബി. ഓക്കെ, ഇത് ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ ആണ്. ഈ ഔട്ടർ ആംഗിൾ ഈ രണ്ട് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെ വരിക? ആംഗിൾ പി എ ഡി പ്ലസ് ആംഗിൾ എ പി ഡി ഈക്വൽസ് ആംഗിൾ എ ഡി ബി. സോ ഇവിടെ എന്ത് എഴുതാം? പി എ ഡി എന്ന് പറഞ്ഞാൽ y/2 പ്ലസ് ആംഗിൾ എ പി ഡി ഈക്വൽസ് ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞത് എന്താണ്? x/2. അപ്പോൾ ആംഗിൾ എ പി ഡി ഈക്വൽസ് x/2 മൈനസ് y/2. ആംഗിൾ എ പി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x/2 മൈനസ് y/2. നൗ നെക്സ്റ്റ് നമ്മൾ അടുത്ത ട്രയാങ്കിൾ എടുക്കുകയാണ്.
AQC. ഓക്കെ, ട്രയാങ്കിൾ AQC കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ആംഗിൾസ് വരുന്നത് നോക്ക്. AQC എന്ന് പറയുമ്പോൾ ആംഗിൾ QAC y/2, ആംഗിൾ ACQ x/2. നേരത്തെ നമ്മൾ എഴുതി വെച്ചതാണ് അല്ലേ. ഇവിടെ നോക്കുക, എയിലെ ഈ ആംഗിൾ y/2 ആണ്, സിയിലെ ആംഗിൾ x/2 ആണ്. അപ്പോൾ നമ്മളെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ ആണ് ഏത് വരുന്നത്, ആംഗിൾ AQB. ഓക്കെ, ഇവിടെ ഈ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാൻ പറ്റും, കേള ഫിലിസൺ. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ CAQ ഓർ QAC, CAQ പ്ലസ് ആംഗിൾ ACQ, ആംഗിൾ ACQ ഈക്വൽസ് exterior or outer angle is angle AQB. Now CAQ is y/2 plus angle ACQ is x/2 equals angle AQB, or angle AQB is x/2 plus y/2. നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടിയില്ലേ. ആംഗിൾ APD എന്ന് പറയുന്നത് x/2 മൈനസ് y/2. ആംഗിൾ AQB ഈസ് x/2 പ്ലസ് y/2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ആംഗിൾ AOB ഈസ് ഈക്വൽ ആംഗിൾ AQB പ്ലസ് ആംഗിൾ APB എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ആംഗിൾ AQB എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ, x/2 പ്ലസ് y/2. ഇനി ആംഗിൾ APB നമുക്ക് കിട്ടണ്ടേ. നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, ആംഗിൾ APD ഉണ്ട്. ആംഗിൾ APD നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, x/2 മൈനസ് y/2. ഈ ആംഗിൾ APD എന്നല്ലേ ആംഗിൾ APBയും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ APD എന്ന് പറഞ്ഞത് എന്തായിട്ട് എഴുതാം, ആംഗിൾ APB ഈക്വൽസ് x/2 മൈനസ് y/2. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട രണ്ട് ആംഗിൾസും കിട്ടിയില്ലേ. ഇനി ജസ്റ്റ് ഫൈൻഡ് ദെയർ സം. വാട്ട് ഈസ് ദാറ്റ്, ആംഗിൾ APB പ്ലസ് ആംഗിൾ AQB ഈക്വൽസ്, വാട്ട് ഈസ് ആംഗിൾ APB, x/2 മൈനസ് y/2 പ്ലസ് ആംഗിൾ AQB ഈസ് x/2 പ്ലസ് y/2. minus y/2 and plus y/2 cancel. Then what is x/2 plus x/2? x/2 plus x/2 is x. What is x? X is angle AOB. Angle AOB. Angle AOB is angle APB plus angle AQP. Okay. ഈ സ്മോൾ ആർക്ക് എ ബിയിലെ സെൻട്രൽ ആംഗിൾ അതിൽ നിന്ന് പോകുന്ന രണ്ട് ആംഗിൾസ് ആണ് ഏതൊക്കെ, ക്യൂവിൽ വരുമ്പോൾ അതേപോലെ പിയിൽ വരുന്നത്. അപ്പോൾ ആ രണ്ട് ആംഗിൾസിൻ്റെ സമ്മും എന്താണ്, ആംഗിൾ എ ഒ ബിയിലെ ആംഗിളിന് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. Let us wind up today's class. Thank you. Have a nice day.